നിങ്ങൾ ചാകര ചാകര എന്ന് കേട്ടിട്ടുണ്ടോ? വ്യക്തമായ പ്രീ പ്ലാൻഡ് ട്രേഡിംഗ് പ്ലാനുള്ള ഏതൊരു ഇൻട്രാഡേ ട്രേഡർക്കും വീക്ക്ലി ക്ലോസിംഗ് ഡേ ഓപ്ഷൻ ട്രേഡിംഗിൽ ഒരു ചാകരയുടെ ദിനമാണ്. വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്ന നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഇരട്ടിയും മൂന്നിരട്ടിയും അഞ്ചിരട്ടിയും ലാഭം ഓപ്ഷൻ ട്രേഡിംഗിൽ നേടാൻ സാധ്യമായത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. വരൂ, ഒപ്പം തന്നെ നമുക്ക് നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യാം. Hi traders, good afternoon and welcome to Market Waves. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയായിരുന്നു. റെഡ് ലൈനിൽ 21,467 എന്ന സ്റ്റോപ്പ് ലോസ് ലെവൽ, അതുപോലെ തന്നെ ഗ്രീൻ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 21,730 സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലെവലും. ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ഓപ്പൺ ചെയ്താൽ എന്ന രീതിക്കാണ് പ്ലാൻ ചെയ്യുക. എങ്കിലും നമ്മൾ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇന്നലെ ഞാൻ വിശദീകരിച്ചിരുന്നു. ഒപ്പം തന്നെ ഇവിടെ രണ്ട് ലൈനുകൾ രേഖപ്പെടുത്തിയിരുന്നു. ഈ ലൈനുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും എന്ന് ചെറിയ ടൈം ഫ്രെയിം പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നുവോ, കാൻഡിഡേറ്റുകൾ കാണിക്കുന്നുവോ, ആ ഡയറക്ഷനിലേക്ക് അതുവരെ തന്നല്ലോ, അല്ലെങ്കിൽ ഈ ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനും, മറിച്ചാണെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് അഥവാ അതുവരെ തന്നല്ലോ ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ഇത് ഒരു സ്റ്റോപ്പ് ലോസ് ലെവലാണ്, എവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിം കാണിക്കുന്ന സൂചനയ്ക്കനുസരിച്ച് ട്രേഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് 21,688 എന്ന ലെവലിലായിരുന്നു. അവിടെ നിന്നും ഉടനെ തന്നെ അത് ഉയർന്ന് 21,725 എന്ന ലെവൽ വരെ പോയി. എങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് അത് 21,730 അത് സേഫ് ആയിരുന്നു. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും പ്രൈസ് ഇറങ്ങി വന്നു, അപ്വേർഡ് സഞ്ചരിച്ചു, വീണ്ടും ഡൗൺവേർഡ് വന്നു. നമ്മുടെ ബ്ലാക്ക് ലൈനിന് താഴെ വന്ന് ഈ സപ്പോർട്ടിൽ നിന്നും വീണ്ടും ഉയർന്ന് ഡൗൺവേർഡ് വരുമ്പോൾ ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് സ്റ്റോപ്പ് ലോസ് അതുവരെയുള്ള ഹൈ ഓർ നമ്മളുടെ 21,730 ലെവൽ കൊടുത്ത ഒരാൾക്ക് വലിയ താമസം കൂടാതെ തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലൈനിൽ വന്ന് ആദ്യത്തെ ടാർഗറ്റ് തന്നു. അത് സാമാന്യം ഭേദപ്പെട്ട നല്ല ടാർഗറ്റ് ആയിരുന്നു. അതിനുശേഷം പ്രൈസ് വീണ്ടും ഉയർന്ന് ഇവിടെ റെസിസ്റ്റൻസ് കാണിച്ചു. ഈ ലെവലിൽ നിന്നും ഞാൻ അപ്പോൾ ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്തിരുന്നു. ഈ ബ്ലാക്ക് ലൈൻ ആയിരുന്നു ഞാൻ അതുവരെ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയിരുന്നത്. ഇവിടെ നിന്നും പുട്ട് വീണ്ടും ട്രേഡ് ചെയ്ത ഒരാൾക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിൽ വീണ്ടും ട്രേഡിംഗ് ലഭിച്ചു. ചെറിയ വിലയുണ്ടായിരുന്ന 650, 600, 700 ലെവലിലുള്ള പുട്ട് ഓപ്ഷൻസ് ഇരട്ടിയും മൂന്നിരട്ടിയും 10 ഇരട്ടി വരെയും ലാഭം നൽകിയിരുന്നു. അപ്പോൾ ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഈ ഏരിയയിൽ നിന്നും ഒരു അപ്വേർഡ് ഡയറക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിൽ കാണിക്കുകയാണെങ്കിൽ അതുവരെ തന്നല്ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും എന്ന് പറഞ്ഞതിനെ കൃത്യമായി മനസ്സിലാക്കി ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിൽ നമ്മൾ 1 മിനിറ്റ് 3 മിനിറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേൺ ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നു. അത് കൺവിൻസ് ആയ ഒരാൾ അപ്പോൾ തന്നെ 21,600 650 കോൾ എടുത്തവർക്ക് വളരെ വേഗത്തിൽ തന്നെ നല്ല ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിന്റെ എല്ലാം ഓപ്ഷൻസ് എടുത്ത് ചാർട്ട് പരിശോധിച്ചാൽ ഇന്ന് തന്നെ മനസ്സിലാകുന്നതാണ്. വിശദീകരിക്കാൻ പോയാൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് നാളത്തേക്കുള്ള പ്ലാൻ എന്താണെന്ന് നോക്കാം. ഒപ്പം തന്നെ ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ എന്താണ് പറയുന്നത് എന്നും പരിശോധിക്കാം. ഡേ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ഇന്നലെ 21,618 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് 21,688 അതായത് +70 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ആണ് നൽകിയത്. അതിനുശേഷം 21,726.5 എന്ന ലെവൽ വരെ അപ്പ് മൂവ് ചെയ്തു. പിന്നീട് ഡൗൺ വന്നു. 21,593 ഇന്ന് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന ലോ. അപ്പോൾ ഇന്ന് നിഫ്റ്റിക്ക് 133 പോയിന്റ് മൂവ്മെന്റ് നമുക്ക് തരാൻ കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് ഇന്ന് ഒരു 50 പോയിന്റ് പ്ലസിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ക്യാൻഡിൽ പാറ്റേണിന്റെ ഷേപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഡോജി ക്യാൻഡിൽ ആണ് എന്ന് വേണം പറയാൻ. അത് ലോവർ സൈഡിൽ കൂടുതൽ ഷാഡോ വിക്ക് ഉള്ളതാണ്, അപ്പർ സൈഡിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. എങ്കിലും റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ഇത് ഒരു അപ്വേർഡ് മൂവ്മെന്റിനുള്ള സിംറ്റം തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ നാളെ എന്താണ് മൂവ്മെന്റ് വരാൻ പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. എങ്കിലും ഇന്നത്തെ മൂവ്മെന്റിനെ അനുസരിച്ച് നാളെ എന്തായിരിക്കണം നമ്മുടെ ട്രേഡ് എന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം.
നാളേക്ക് വേണ്ടി ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ലായിട്ട് 21,690 ലെവലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈക്ക് 21,630 ലെവലും ആണ് കൊടുത്തിട്ടുള്ളത്. നാളെയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും നാളെ ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ, അതായത് 21,674, 646 എന്ന ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ഈ ഏരിയയിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം തരുന്ന ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. അത് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അതുവരെ നൽകിയല്ലോ ഓർ പ്രധാനമായും 21,630 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 21,690 എന്നത് തന്നെയാണ്. അതിനെ ബ്രേക്ക് ചെയ്തതിനു ശേഷം ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ക്ലോസ് ചെയ്ത് നിൽക്കാൻ കഴിയുകയാണെങ്കിൽ നെക്സ്റ്റ് ലഭിച്ചേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്ന സമയം ഞാൻ അതുവരെ തന്ന ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് എൻ്റർ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അതുവരെ നൽകിയ ഉയരമാണ് ഒന്നാമത്തെ ടാർഗറ്റ് എങ്കിലും പിന്നീട് പ്രധാനമായും ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 21,726 എന്ന ലെവലാണ്. അതിനു മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്വേർഡ് 21,749, 763 എന്ന ലെവൽ വരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 763 വളരെ സ്ട്രോങ് ആയ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. 749, 50 റേഞ്ചിൽ എത്തുമ്പോൾ തന്നെ ടാർഗറ്റിന് ശക്തമായ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഈ ഏരിയയിൽ നിന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ഒരു ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ ഒരു സെല്ലിൽ എൻ്ററായി, അതായത് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ തന്നിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ഓർ 21,690 എന്ന ഗ്രീൻ ലൈൻ പ്രധാനമായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ട ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് 21,630 ആണ്. എങ്കിലും ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല ടാർഗറ്റ് കിട്ടുക. എന്നാൽ ഇതെല്ലാം സപ്പോർട്ടായി വർക്ക് ചെയ്യാം. അതായത് സെല്ല് ചെയ്യുമ്പോൾ, പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ഈ സപ്പോർട്ടുകളാണ് നമുക്ക് ആദ്യമായി ടാർഗറ്റുകളായി കിട്ടുക. എങ്കിലും ഒരു സെല്ലിംഗ് പാറ്റേൺ ആണ് തരുന്നത് ഡയറക്ഷൻ, അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഞാൻ പ്രധാനമായും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിലേക്കാണ്, അതായത് 21,524 എന്ന ലെവലിലേക്കാണ്. എങ്കിലും ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ 21,572 എന്ന ലെവൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ഏരിയയിൽ നിന്നും ടാർഗറ്റ് പാർഷ്യലിയോ ഫുള്ളിയോ കവർ ചെയ്ത് വീണ്ടും റീ എൻ്റർ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഞാൻ കാണിക്കാറ്. അപ്പോൾ ഈ ഓരോ ഏരിയയിൽ നിന്നും ടാർഗറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻ്റർ അതേ ഡയറക്ഷനിലോട്ട് നടത്തി ഡേയ്സ് ഹൈ അല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റന്റ് ഏരിയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് കണ്ടിന്യൂ ചെയ്യും. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നാളെയും നല്ല മൂവ്മെന്റുകൾ ലഭിക്കട്ടെ. നിഫ്റ്റിയിൽ എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.